ഹലോ, അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു വ്ളോഗല്ല, ഒരു റെസിപ്പിയുടെ എന്താ പറയുക, ഒരു റെസിപ്പിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട് തേങ്ങയൊന്നും ചേർക്കാതെ നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി കടലക്കറിയുടെ റെസിപ്പി ആയിട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എന്ന് വെച്ചിട്ട് സിമ്പിളാണ്, തട്ടിക്കൂട്ടാണെന്ന് വെച്ചാൽ ടേസ്റ്റിൽ കോംപ്രമൈസ് ഒന്നുമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് കടല എടുത്തിട്ട് ഒരു 8 മണിക്കൂർ, മിനിമം ഒരു 6 മണിക്കൂറോളെങ്കിലും കുതിരാൻ വെച്ചിട്ട് ആ കടല ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് കുക്കറിൽ വെക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കിഴങ്ങും കൂടെ പുഴുങ്ങുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊരു മൾട്ടി പർപ്പസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും നമ്മൾ കിഴങ്ങ് എന്തായാലും കുക്കർ നമ്മൾ എന്തായാലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്നാൽ ഇരിക്കട്ടെ നമ്മുടെ വക ഒരു കിഴങ്ങിൻ്റെ എന്താ പറയുക ഒരു സംഭവം കൂടെ. അപ്പോൾ നന്നായിട്ട് കിഴങ്ങ് കഴുകിയിട്ട് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് നമ്മൾ അതിനകത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കിഴങ്ങും പുഴുങ്ങി കിട്ടും. അതിൽ വല്ല ചളികളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുക്കറിൽ നമ്മുടെ കടല വേവിക്കുന്ന വെള്ളത്തിൽ ആവാതെയും ചെയ്യും. ഞാൻ എപ്പോഴും കടല വേവിക്കുമ്പോൾ ആ വെള്ളം തന്നെയാണ് ഞാൻ കറിക്ക് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഞാൻ ചിലപ്പോൾ ആ ഒരു ചളി ആയാലോ എന്ന് പറഞ്ഞ് നല്ല വൃത്തിക്ക് കഴുകിയിട്ടുണ്ട് കടല, എന്നിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അതൊന്ന് വിസിൽ വന്ന് മാറ്റി വെച്ച ശേഷം നന്നായി വെന്ത ശേഷം നമ്മൾ നെക്സ്റ്റ് എണ്ണ വെച്ചിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പു അങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 2 സവാള നമ്മൾ അരച്ചെടുത്തത്, നമ്മളത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അരയ്ക്കാം കേട്ടോ. ഇത് നമ്മൾ പച്ചയ്ക്കാണ് അരച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് വഴറ്റിയിട്ട് വേണമെങ്കിൽ വഴറ്റിയിട്ട് അരയ്ക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത സവാള ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അധികം പുളിയില്ലാത്ത 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതും അരച്ച് ചേർത്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അതുപോലെ ഞാനൊരു 2-3 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊഴുപ്പിന് വേണ്ടിയിട്ട്. ഒരു 1/4 ടീസ്പൂണോളം ജീരകപ്പൊടി, അതുപോലെ ആവശ്യത്തിന് കാശ്മീരി ചില്ലിയും ഒരു 2 സ്പൂണോളം എരിയുള്ള മുളക് പൊടിയും ചേർത്തിട്ട് ആവശ്യത്തിന് കുറച്ച് കസൂരി മേത്തി എടുത്ത് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് അമർത്തിയെടുത്ത ശേഷം അരച്ചെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് ഡ്രൈ മാംഗോ പൗഡറും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പച്ചമണം പോകുന്നവരെ മിക്സ് ചെയ്തെടുക്കുക. ഈ പച്ചമണം പോയതിന് ശേഷം നമ്മുടെ വേവിച്ച കടല അതിൽ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറേശ്ശെ വെള്ളമായിട്ട് ചേർത്ത് കൊടുക്കുക. എത്ര ഗ്രേവി വേണോ അത്രയ്ക്കും ഗ്രേവി ആക്കി എടുക്കുക കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് മല്ലിയിലയും കൂടെ തൂക്കി കൊടുത്താൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കടുക് വറുത്ത് കൊട്ടേണ്ടവർക്ക് ഉള്ളി ചേർത്ത് കടുക് വറുത്ത് കൊട്ടാം കേട്ടോ. ഒന്നുമില്ലാതെ ഇങ്ങനെ കഴിച്ചാൽ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ, സീ യു. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.